السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. അള്ളാഹുവിനെ നാം അറിയുക. അള്ളാഹു തആലയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതെന്ന് നാം 100% അറിയുക. അടിവരയിട്ട് നാം മനസ്സിലാക്കുകയും അങ്ങനെ നാം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വന്നു. അതുകൊണ്ട് നാം കെലിമ ചൊല്ലി മരിക്കണമെങ്കിൽ നാം തഖ്വയോടുകൂടിയുള്ള ഒരു ജീവിതം നാം നയിക്കും. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നാം അടിവരയിട്ട് അംഗീകരിക്കുകയും അവകൾ ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നാം ജീവിക്കുവാനും 5 നേര നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും സക്കാത്ത് നാം കൊടുത്തു വീട്ടുകയും വിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പുകൾ നാം യഥാവിധി അനുഷ്ഠിക്കുകയും കഴിവുള്ളവൻ മക്കയിൽ പോയി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സാമ്പത്തികമായി കഴിവുള്ളവൻ വിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് നാം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനായിട്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും ചെയ്യുക. കുല്ലുമൻ അലൈഹ ഫാൻ, ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്ന, ഒരിക്കലും നശിക്കാത്തവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹു തആലയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തി, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതെങ്കിൽ അങ്ങനെ നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തഖ്വ കൊണ്ട് നാം മുന്നേറും. അതുകൊണ്ടാണ് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് തഖ്വ ഹാഹുന, തഖ്വ എന്നുള്ളത് ഹൃദയത്തിലാണ്, ഇവിടെയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്. തഖ്വയോടുകൂടി മുന്നേറുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.